മറ്റു വാർത്തകളിലേക്ക്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെ ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് പോലീസ് തേടുന്നത്. സിദ്ദിഖിനായി പത്രങ്ങളിൽ ലുക്കൌട്ട് നോട്ടീസ് പ്രദർശിപ്പിക്കുന്നു. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് SP ആണ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. തിയോഫിൻ, സിദ്ദിഖിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം പല തരങ്ങളിൽ പുരോഗമിക്കുകയാണ്. 5 സംഘങ്ങളായിട്ടാണ് അന്വേഷണ സംഘം പിരിഞ്ഞിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനിടയിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് മാധ്യമങ്ങളിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ സമഗ്രമായ അന്വേഷണമാണ് നടക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ അന്വേഷണ സംഘത്തിന് ഇയാൾ എവിടെയാണെന്നതിനെക്കുറിച്ച്? മനു, ഏറ്റവും അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ടുള്ള ഒരു തെരച്ചിലാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓൺലൈനായി നൽകിയ ഈ അപേക്ഷ കോടതി പരിഗണിക്കുന്നതിന് മുൻപ് തന്നെ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനായുള്ള എല്ലാ ശ്രമങ്ങളും പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായാണ് മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. നേരത്തെ നൽകിയ ലുക്കൌട്ട് സർക്കുലറിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് കൂടി പുറത്തിറക്കിയിരിക്കുന്നത്. ഈ ക്രൈം നമ്പർ ചൂണ്ടിക്കാണിച്ച ക്രൈം നമ്പർ 1192 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതായത് സിദ്ദിഖിൻ്റെ ചിത്രം കൂടി ഉൾപ്പെടുത്തിയാണ് ഫോട്ടോയിൽ കാണുന്ന സിദ്ദിഖ് എന്ന ആളെ, ചലച്ചിത്ര നടൻ കൂടിയായ ആളെ കണ്ടുകിട്ടുന്നവർ വിവരം അറിയിക്കണമെന്നാണ് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന തിരുവനന്തപുരം സിറ്റി ക്രൈംബ്രാഞ്ച് SP പേരിലാണ് നോട്ടീസ് വന്നിട്ടുള്ളത്. സിറ്റി ക്രൈംബ്രാഞ്ചിനെയോ അതോടൊപ്പം മ്യൂസിയം പോലീസ് സ്റ്റേഷനെയോ AIGയോ വിവരം അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ കേരളമാകെ തന്നെ ഉള്ള എഡിഷനുകളിലേക്ക് ഈ ലുക്കൌട്ട് നോട്ടീസ് എത്തിച്ചിട്ടുണ്ട്. കേരളമാകെ പരിശോധന നടക്കുന്നുമുണ്ട്. ഇതോടൊപ്പം തന്നെ ഏത് വഴിക്കാണ് സിദ്ദിഖ് രക്ഷപ്പെട്ടത് എന്നാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം സിദ്ദിഖ് സ്വന്തം വാഹനത്തിലല്ല രക്ഷപ്പെട്ടത്. തന്നെയുമല്ല, മറ്റൊരു കാര്യമുള്ളത്, സിദ്ദിഖിനെ സംബന്ധിച്ച് സിദ്ദിഖിന് ഏത് വേഷത്തിൽ പോയാലും എവിടെയും ആരും തിരിച്ചറിയാൻ ഉള്ളൊരു സാധ്യത കൂടിയുണ്ട്. അതുകൂടി കണക്കിലെടുത്ത അങ്ങനെ ആരും തിരിച്ചറിയാത്ത രീതിയിലുള്ള ഒരു രക്ഷപ്പെടലായിരിക്കണം സിദ്ദിഖ് നടത്തിയതെന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഹൈക്കോടതിയിൽ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ എന്തായാലും ഒളിവിൽ പോകേണ്ടി വരുമെന്ന കണക്കുകൂട്ടലിൽ തന്നെ ഇതിനായുള്ള എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. തന്നെയുമല്ല, സിദ്ദിഖിൻ്റെ വാഹനം ഉപേക്ഷിച്ച് ഫോൺ എല്ലാം ഓഫ് ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം മുങ്ങിയത്. സുഹൃത്തുക്കളുടെ ആരുടെയെങ്കിലും വാഹനത്തിൽ ആരും അറിയാത്ത രീതിയിൽ ഒരുപക്ഷെ രാത്രി തന്നെയാകാൻ രക്ഷപ്പെട്ടിട്ടുണ്ടാകുക എന്നാണ് കണക്കുകൂട്ടുന്നത്. അങ്ങനെയെങ്കിൽ മറ്റൊരു പഴുതടിച്ചത്, അതായത് ഇത്തരത്തിലൊരു സാധ്യത കേരളത്തിനുള്ളിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ വേണമെങ്കിൽ ആകാം. ആ രീതിയിലും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്തിനകത്തും പുറത്തും വ്യാപകമായി തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഈ അന്വേഷണം കൂടുതൽ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായാണ് പത്രങ്ങളിൽ കൂടി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഫോൺ ഓഫ് ചെയ്ത, അതായത് ഇതെല്ലാം ഒരുപക്ഷെ സിദ്ദിഖിൻ്റെ അഭിഭാഷകൻ്റെ കൂടി ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം സിദ്ദിഖ് മുങ്ങിയത് എന്നാണ് കരുതുന്നത്. കാരണം പ്രമുഖനായ ഒരു അഭിഭാഷകനാണ് സിദ്ദിഖിന് വേണ്ടി ഇവിടെ കേരള ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കാരണവശാൽ ജാമ്യം ലഭിച്ചാൽ, അങ്ങനെ അല്ലാത്ത പക്ഷം അടുത്ത നടപടി അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നത് മുൻകൂട്ടി ഇവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അഭിഭാഷകൻ്റെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാകാം സിദ്ദിഖ് ഈ ജാമ്യാപേക്ഷ തള്ളിയ ഉടൻ തന്നെ മുങ്ങിയതെന്നാണ് കരുതുന്നത്. അതിനുശേഷമാണ് ഓൺലൈനായി ദില്ലിയിലെ തന്നെ സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകൻ മുഖേന സുപ്രീം കോടതിയിലേക്ക് ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. കേരളത്തിലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയുടെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിച്ച വാദങ്ങളാകില്ല സുപ്രീം കോടതിയിൽ ഉന്നയിക്കുന്നത്. അത് ജാമ്യാപേക്ഷയിൽ തന്നെ വ്യക്തമാണ്. 154 പേജോളം വരുന്ന ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കേരളത്തിലെ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് നൽകിയ വാദങ്ങളല്ല ഇവിടെ പ്രധാനമായും ആരോപണ വിധേയയെ അല്ലെങ്കിൽ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള അവർക്കെതിരായുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നതെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് സിനിമാ മേഖലയിലുള്ള സംഘടനകൾ തമ്മിലുള്ള ഒരു പടലപ്പിണക്കങ്ങൾ അതുൾപ്പെടെയുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ അവിടെ ബലിയാക്കപ്പെട്ടത്, താൻ കുരുക്കിലാക്കപ്പെടുകയായിരുന്നു എന്നാണ് സിദ്ദിഖ് പ്രധാനമായും സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ പറയുന്നത്.